വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 16 മുതൽ 21 വരെ വാക്യങ്ങൾ. പരിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൽ 16-ാം വചനം മുതൽ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലിനക്കരെ കഫർനഹൂമിലേക്ക് യാത്രയായി. സായങ്കാലമാനപ്പോൾ അവിടെ ശിഷ്യர்கள் കടൽക്കരയ്ക്ക് പോയി പടവിൽ ഏറി കടലിൻ അക്കരയ്ക്കുള്ള കഫർനഹൂമുക്ക് നേരായി പോനാர்கள். ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. அப்பொழுது இருட்டாயிருந்தது, இயேசுவும் அவர்களிடத்தில் வராதிருந்தார். കൊടുങ്കാറ്റ് അടിക്കിയാൽ കടൽ കോപിച്ചു. പെരുങ്കാറ്റ് അടിത്തപടിയിനാലേ കടൽ കൊന്തളിത്തത്. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. அவர்கள் ஏறக்குறைய 3-4 மைல் தூரம் தண்டு வலித்து போன போது இயேசு கடலின் மேல் நடந்து படவுக்கு சமீபமாய் வருகிறதை கண்டு பயந்தார்கள். അവൻ അവരോട് ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. அவர்களை அவர் நோக்கி நான் தான், பயப்படாதிருங்கள் என்றார். അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. அப்பொழுது அவரை படகில் ஏற்றிக்கொள்ள மனதாயிருந்தார்கள். ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. உடனே படவு அவர்கள் போகிற கரையை பிடித்தது. ശ്രദ്ധിക്കണമേ, நன்றா கேளுங்க. സന്ധ്യയായപ്പോൾ சாயங்காலம் ஆன போது അവർ ശിഷ്യന്മാർ ഇതാ പടകിൽ യാത്രയാകുകയാണ്. അവിടെ ശിഷ്യர்கள் ഇവരാக പടകിൽ பயணம் பண்ணுகிறார்கள். അവർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, അക്കരെ പോകണം. പടകിൽ பயணம் ചെയ്യുമ്പോൾ ഒരു എതിർபார்ப்பு ഉണ്ട്, അത് അക്കരയ്ക്ക് செல்ல வேண்டும். അക്കരെ പോകണം, അല്ല പകുതി വെച്ച് എന്റെ ജീവിതം നഷ്ടപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തികളും പടക് കയറി യാത്ര ചെയ്യത്തില്ല. അക്കരയ്ക്ക് செல்லாமல் வழியிலே இங்கே மாண்டு விட வேண்டும் என்று சொல்லி என்கிற நம்பிக்கையுடன் யாரும் யாத்திரை செய்ய மாட்டார்கள். പടകിൽ കയറി യാത്ര തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും യാത്ര ചെയ്യാറില്ല. படகில் ஏறி பயணம் செய்து பாதி தூரம் சென்று திரும்பி வர வேண்டும் என்று யாரும் விரும்ப மாட்டார்கள். പടകിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട്, അക്കര തുറമുഖം ഞങ്ങൾ എത്തണം. படகில் செல்லும் பயணிகளுக்கு ஒரு எதிர்பார்ப்பு, ஒரு நம்பிக்கை இருக்கிறது, நான் அக்கறைக்கு செல்ல வேண்டும். ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക്, உலகத்தில் வாழ்கிற நமக்கு, ഈ ലോകമാകുന്ന സമുദ്രത്തിൽ നാം ജീവിക്കുമ്പോൾ, உலகமாகிய இந்த சமுத்திரத்தில் நாம் வாழும்போது നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് മറ്റ് നല്ല തുറമുഖത്ത് എത്തിച്ചേരണം. நமக்கு ஒரு நல்ல ஒரு எதிர்பார்ப்பு இருக்கிறது. அது என்னவென்றால் ஒரு நல்ல துறைமுகத்தில் நாம் போய் சேர வேண்டும். പല വ്യക്തികളും ചിന്തിക്കുന്നു, ഞാൻ സ്വർഗം പ്രാപിക്കണം, ഞാൻ സായുജ്യം നേടണം, ഞാൻ പുണ്യം പ്രാപിക്കണം, മോക്ഷം പ്രാപിക്കണം എന്നല്ല. அநேகர் இவ்வாறாக விரும்புவார்கள், நான் பரலோகம் செல்ல வேண்டும், நான் சொர்க்கம் செல்ல வேண்டும், நான் மோட்சலோகம் அடைய வேண்டும், நான் இவ்வாறாக நான் மறுமை அடைய வேண்டும் என்று சொல்லி அநேகர் விரும்புவார்கள். ജീവിതമാകുന്ന പടകിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ യേശു നിന്റെ പടകിൽ ഉണ്ടാകണം. உலகமாகிய இந்த சமுத்திரத்தில் வாழ்க்கை என்ற படகிலே நாம் இவ்வாறாக யாத்திரை செய்யும் போது കർത്താവായ യേശുവിൻ കരം നമ്മോട് இருக்க வேண்டும். യേശു നിന്റെ പടകിൽ ഇല്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിപ്പാൻ, അല്ലെങ്കിൽ എത്തേണ്ടിയ തുറമുഖത്ത് നിനക്ക് എത്തിച്ചേരുവാൻ കഴിയത്തില്ല. യേശു உன்னுடைய படகில் இல்லாவிட்டால் நீ போய் சேர வேண்டிய அந்த துறைமுகத்துல நீ போய் சேர முடியாது. യേശു താങ്കളുടെ പടകിൽ പ്രവേശിക്കാത്ത പക്ഷം താങ്കളുടെ ജീവിതത്തിൽ നന്മ അനുഭവിപ്പാൻ കഴിയത്തില്ല. യേശു உங்கள் படகிலே இல்லாத இருந்தால் நீங்கள் எதிர்பார்க்கிற நன்மை உங்களால் அடைய முடியாது. നിത്യമായ ആനന്ദം, നിത്യമായ സന്തോഷം, നിത്യ ജീവൻ നീ പ്രാപിക്കണമോ നിന്റെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ നീതി പ്രവൃത്തികൾ കൊണ്ടോ കഴിയത്തില്ല. യേശു നിന്റെ പടകിൽ ഉണ്ടാകണം. ஒரு நித்திய சந்தோஷம், நித்திய சமாதானம், பேரின்பத்தை நீ அடைய வேண்டுமா? உன்னுடைய பொருத்தனை மூலமாகவோ இல்லை உன்னுடைய நேர்ச்சை மூலமாகவோ அதை நீ பெற்றுக்கொள்ள முடியாது. ஆனால் இயேசுவால் மட்டுமே நீ அதை பெற்றுக்கொள்ள முடியும். വചനം പറഞ്ഞിരിക്കുന്നു, வசனம் சொல்கிறது, കടലിൽ പ്രയാസമുണ്ടായി. கடலில் அவர்கள் செல்லும்போது அங்கே கஷ்டங்கள் இருந்தது. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിക്കുവാനിടയായി. பெருங்காற்று அடித்தபடியினாலே கடல் கொந்தளித்தது என்று பார்க்கிறோம். പടകിൽ നിശ്ചയമായി പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കാം. இவ்வாறாக கடலிலே அநேக பிரச்சனைகள் கடந்து வரலாம். ലോകമാകുന്ന സാഗരത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കാം. உலகம் என்கிற இந்த இதிலே நாம் யாத்திரை செய்யும் போது அநேக பிரச்சனைகள் அதிகமாக நம்மை சுற்றிலும் கடந்து வரலாம். ഈ വിചാരിക്കാത്ത രീതിയിൽ പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാം. நீங்கள் எதிர்பாராத நிலையிலே பெருங்காற்றாக பிரச்சனைகள் கடந்து வரலாம். തിരമാലകൾ നിന്നെ മുങ്ങിക്കളയും, അല്ലെങ്കിൽ നിന്നെ തകർത്ത് കളയും, നിന്റെ ജീവൻ അപഹരിച്ചു കളയും എന്ന രീതിയിൽ പോലും നിന്നെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കാം. ஒரு பெரு அலைகளாக வந்து உன்னை தளர்த்தி விடுவதற்காக, இதில் முடித்து விடுவதற்காக பல பிரச்சனைகள் இவ்வாறாக வந்து உன்னை தகர்த்து போடலாம். സുഹൃത്തേ,
நண்பரே, താങ്കളുടെ പടകിൽ യേശുവിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താട്ടെ. உங்களுடைய படகிலே இயேசுவை நீங்கள் നിന്റെ வரவழையுங்கள். ഹൃദയത്തെ യേശുവിനായി ഒന്ന് തുറന്നു കൊടുത്താട്ടെ. உங்கள் இருதயத்தை இயேசுவுக்காக திறந்து கொடுங்க. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. பரிசுத்த வேத புத்தகத்தில் இவ்வாறாக சொல்கிறது. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. வெளிப்படுத்தின விசேஷம் 3-ஆம் அதிகாரம் 20-ஆம் வசனம். ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. இதோ நான் வாசற்படியில் நின்று தட்டுகிறேன், ஒருவன் என் சத்தத்தை கேட்டு எனக்கு செவி கொடுத்தால், கதவை திறந்தால் நான் அவனோடு வந்து நான் போஜனம் பண்ணுவேன் என்று கர்த்தர் சொல்கிறார். ഈ നിമിഷം ഒരുപക്ഷെ താങ്കൾ ആദ്യമായിട്ടായിരിക്കും ഈ ടിവി പ്രോഗ്രാമിൽ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. ஒருவேளை நீங்கள் இந்த நிகழ்ச்சியை முதலாக நீங்கள் பார்க்கிறவர்களாக காணப்படலாம். ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് പോലും നീ ആദ്യമായിട്ടായിരിക്കാം നീ ശ്രമിക്കുന്നത്. ஒருவேளை இயேசுவை குறித்து கூட நீங்கள் முதல் முறையாக நீங்கள் கேள்விப்படலாம். ഒരുപക്ഷെ ഇതുപോലെ ലോകമാകുന്ന സാഗരത്തിൽ നിന്റെ പടക് ആടി ഉലഞ്ഞ് ലക്ഷ്യം എത്തിച്ചേരുമോ, അതോ എന്റെ ജീവിതം തകർന്നു പോകുന്നുവോ എന്നുള്ള നിരാശയോടെ അല്ലെങ്കിൽ പലവിധമായ ചോദ്യത്തോടെ താങ്കൾ ആയിരിക്കാം. ஒருவேளை நீங்கள் இந்த இப்ப நீங்கள் கேட்டபடி இந்த உலகமாகிய இந்த சமுத்திரத்திலே இவ்வாறாக நீங்கள் தட்டு தடுமாறி நீங்கள் யாத்திரை பண்ணுகிறவர்களாக பயணம் பண்ணுகிறவர்களாக நீங்கள் காணப்படுவீர்களானால், ലക്ഷ്യമില്ല ഞാൻ ഇവിടെ മുങ്ങി പോകുമോ എന്ന് ഭാരപ്പെടുന്നതായിരിക്കാം. ஒரு லட்சியம் இல்லாமல் நான் இங்கே அமிழ்ந்து விடுவேன் என்று சொல்லுகிற பயம் உங்கள் இதயத்தில் இருக்குமானால், യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്താട്ടെ. இயேசுவை இந்த வேளையிலே வரவழையுங்கள். യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമേ. இயேசுவே எனக்குள்ள கடந்து வாரும். എന്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്കായി തരുന്നു. என் இதயத்தை நான் உமக்காக தருகிறேன். എന്റെ ഭവനം അങ്ങേക്കായി തരുന്നു. என் வீட்டை நான் உமக்கு தருகிறேன். എന്റെ ജീവിതത്തിൽ സമാധാനം നൽകണമേ. உள்ளத்தில் ஒரு சமாதானம் தாங்க ஆண்டவரே. പ്രിയ സുഹൃത്തേ, அருமையான நண்பரே, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. வேதபுஸ்தகம் இவ்வாறு சொல்கிறது. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. யோவான் சுவிசேஷம் 14-ஆம் அதிகாரம் 27-ஆம் வசனம். എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. என்னுடைய சமாதானத்தை நான் உங்களுக்கு தருகிறேன், அது உலகம் தருகிறபடி அல்ல. ലോകത്തിലെ സമാധാനം എല്ലാം താൽക്കാലികമായ സമാധാനമാണ്. உலக சமாதானம் எல்லாம் தற்காலிகமானது. സമാധാനം ലഭിക്കുവാൻ വേണ്ടി ചില വ്യക്തികൾ മദ്യപാനത്തെ ആശ്രയിക്കുന്നു. சமாதானம் கிடைப்பதற்காக சிலர் என்ன செய்கிறார்கள் என்றால் மதுபானம் குடிக்கிறார்கள். ചില വ്യക്തികൾ പുകവലി ആശ്രയിക്കുന്നു. சிலர் புகையிலைகளை பயன்படுத்துகிறார்கள். പലവിധമായ സന്തോഷത്തിൽ അവർ ആശ്രയിക്കുന്നു. பலவிதமான சந்தோஷங்களிலே அவர்கள் நம்புகிறார்கள். സിനിമ കാണുവാൻ പോകുന്നു. சினிமா பார்க்க போகிறார்கள். 2.5 മണിക്കൂർ 3 മണിക്കൂർ സിനിമ കണ്ടതിന് ശേഷം വീണ്ടും നിരാശ മാത്രം ബാക്കി. 3 மணி நேரம் சினிமாவை பார்த்து கொண்டு ஏமாற்றத்துடன் கடந்து வருகிறார்கள். താൽക്കാലികമായ സമാധാനം ലോകം തരികയാണ്. தற்காலிகமான சமாதானத்தை உலகம் தருகிறது. എന്നാൽ നിത്യമായ സമാധാനത്തെ നിന്റെ ഹൃദയത്തിനകത്ത് നൽകുവാൻ കഴിവുള്ളവനത്രേ യേശു കർത്താവ്. நித்திய சமாதானத்தை உங்கள் இதயத்தில் தருகிறவர் தான் அவர் இயேசு கிறிஸ்து மட்டுமே. ഇന്ന് ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താട്ട്, യേശുവേ உங்கள் இதயத்தை திறந்து கொடுப்பீர்களா? இயேசுவே, എന്നെ സഹായിപ്പാൻ വേറെ ആരുമില്ല. எனக்கு உதவி செய்ய வேற யாரும் இல்லை. എന്റെ കഴിവിന് കൊടുത്ത് കർത്താവ് എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ഉയരുവാൻ കഴിയുന്നില്ല. என்னுடைய புத்தியினாலோ என்னுடைய திறமையினாலோ என்னால் உயர முடியவில்லை. വളരെ കഷ്ടപ്പെട്ട് ഞാൻ തുഴഞ്ഞ് എങ്ങനെയെങ്കിലും അക്കരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. நான் இவ்வாறாக நான் முயற்சி பண்ணி நான் பார்க்கிறேன், கஷ்டப்படுகிறேன் ஆண்டவரே, எனக்கு எந்த எதிர்பார்ப்பு நம்பிக்கையும் இல்லை. ഇന്ന് ഞാൻ യേശുവേ നിന്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. இன்று ஆண்டவரே உம்முடைய கிருபையில் நான் இந்த வேளை சார்ந்து ഓ கொள்கிறேன். നിന്റെ കഴിവിൽ ഞാൻ ആശ്രയിക്കുന്നു. உம்முடைய திறமையில் நான் இந்த வேளை சார்ந்து கொள்கிறேன். നിന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. உம்முடைய மகத்துவம் என்னுடைய வாழ்க்கையிலே வெளிப்படுவதாக. ഇന്ന് പ്രാർത്ഥനയോടെ കണ്ണുനീരോടായിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ യേശുവിന്റെ കരം വെളിപ്പെടുവാനിടയാകട്ടെ. இவ்வாறாக ஜெபத்துடன் கண்ணீரோடு காணப்படுகிற உங்களுடைய வாழ்க்கையிலே இயேசுவின் கரம் இந்த வேளை வெளிப்படுகிறது. പരിശുദ്ധാത്മാവിന്റെ കരം ശക്തമായി നിമിഷം വെളിപ്പെടുകയാണ്. பரிசுத்தாவினுடைய கரம் இந்த வேளையிலே வல்லமையாக வெளிப்படுகிறது. പരിശുദ്ധാത്മാ വ്യക്തമായി എന്നോട് ഇപ്രകാരം പറയുന്നു. பரிசுத்தாவின் இவ்வாறாக தெளிவாக என்னிடம் சொல்கிறார். ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് വളരെ തളർന്നു പോയ അനുഭവത്തിൽ കിടക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ഭാരത്തോടെ എന്നെ ശ്രമിക്കുന്ന സുരേഷ് എന്നൊരു വ്യക്തി ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ஒரு ஆக்சிடென்ட் மூலமாக தளர்ந்து உடைக்கப்பட்டு இருக்கிற நம்பிக்கை இல்லாமல் படுக்கையில் இருக்கிற சுரேஷ் என்கிற நபரை എല്ലാം നഷ്ടപ്പെട്ടു പോയി തകർന്നു പോയി നീ പറഞ്ഞ് നിരാശപ്പെടുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി വിട്ടത് മുടിഞ്ഞു വിട്ടത് എன்கிற ഒരു നம்பிக்கை ഇല്ലാത്ത ഒരു നിലമ இருக்கிறது. എന്റെ ജീവിതത്തെ കുറിച്ച് ഇനി ഒരു അർത്ഥമില്ല. എന്റെ வாழ்க்கையில ഇനി ഒരു അർത്ഥമില്ല ആണ്ടവരേ. ഇനി ഞാൻ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഞാൻ வாழ்ந்து എந்த കാര്യമില്ല ആണ്ടവരേ. എല്ലാം തീർന്നു പോയി. എല്ലാം മുടിഞ്ഞു വിട്ടത്. എല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. എല്ലാം ഒരു മുറ്റുപുള്ളി വയ്ക്കപ്പെട്ട വിട്ടത്. ഇന്ന് ഈ നിമിഷം സുഹൃത്തേ, இந்த வேளை നண்பரേ, നിന്റെ ബ്രേക്കിംഗ് പോയിന്റിനെ ഒരു ബ്രേക്ക് ത്രൂ ആക്കി തീർക്കുവാൻ കഴിവുള്ളവനായ യേശു. உன்னுடைய இந்த பிரேக்கிங் பாயிண்ட் ஒரு பிரேக் த்ரூவாக மாற்ற கர்த்தரால் ഓ முடியும். നിന്റെ ഫിനിഷിംഗ് പോയിന്റിനെ വീണ്ടും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കുവാൻ കഴിവുള്ളവനായ യേശു. உன்னுடைய இந்த ஃபினிஷிங் பாயிண்டை ஒரு ஸ்டார்டிங் பாயிண்டாக மாற்ற இயேசுவால் എല്ലാം கூடும். തകർന്നു പോയ നിന്റെ ജീവിതത്തെ വീണ്ടും മെനയുവാൻ യേശുവിന് കഴിയും. எல்லாம் தகர்க்கப்பட்ட உடைக்கப்பட்ட உன்னுடைய வாழ்க்கையை மீண்டும் கட்டி எழுப்ப இயேசுவால் கூடும். വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനം തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്നു. வசனம் இவ்வாறாக சொல்லுகிறது, அவர் நொறுங்குண்ட இருதயமுள்ளவர்களை கர்த்தர் ரட்சிக்கிற தேவனாக இருக்கிறார். ഓ നീ തകർന്ന് നുറുങ്ങിയിരിക്കുന്നുവെങ്കിൽ തകർന്ന് നുറുങ്ങിയ നിന്റെ ഹൃദയത്തെ
എന്റെ ദൈവം നിരസിച്ച് കളയുകയില്ല. തകർക്കപ്പെട്ട ഉടയ്ക്കപ്പെട്ടവന്റെ ഹൃദയത്തെ കർത്തർ இந்த வேளை தள்ளாதவர் நேசர் இந்த வேளையில் നീ ഒത്തിരി പണിതിട്ട് നിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. உன்னுடைய வாழ்க்கையில் இவ்வாறாக நீ முயற்சித்து உன்னுடைய வாழ்க்கையில் நன்மை பெற முடியவில்லை. പല കാര്യങ്ങൾ പണിത് നോക്കി, പല കാര്യങ്ങൾ ചെയ്തു നോക്കി, എന്നിട്ട് നിനക്ക് ഉയരുവാൻ കഴിഞ്ഞില്ല. அநேக காரியங்களை நீ கட்டி பார்த்தாய், அநேக காரியங்களை நீ எதிர்பார்த்தாய், ஆனால் ஒன்றுமே உன்னால் முடியவில்லை. ഓ എന്റെ ജീവിതം ഞാൻ അക്കരെ കാണാതെ തീർന്നു പോകുമോ എന്ന് നീ നിരാശപ്പെടുകയാ. ஐயோ என்னுடைய வாழ்க்கையை நான் அக்கறை பார்க்க முடியாமல் நான் இதிலே அமிழ்ந்து போவேனோ என்று சொல்லி நீங்க ஒருவேளை கவலைப்படலாம். பிரிய நண்பரே, താങ്കളുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. உங்களுடைய வாழ்க்கையில் ஒரு நம்பிக்கை இருக்கிறது. യേശു താങ്കൾക്കായി അത്ഭുതം ചെയ്യും. இயேசு உங்களுக்காக ஒரு அற்புதம் செய்கிறார். കുടുംബത്തിന്റെ വിലാപത്തെ ദൈവം നിർത്തമാക്കി തീർക്കും. உங்கள் குடும்பத்துடைய அந்த கண்ணீரை கர்த்தர் சந்தோஷமாக மாற்ற போகிறார். விசுவாசியுங்கள். യേശു അത്ഭുതങ്ങളുടെ ദൈവം. இயேசு அற்புதங்களின் தேவன். യേശു വന്ന് അവിടെ എന്തു പറഞ്ഞെന്നറിയാമോ? இயேசு அங்கே வந்து என்ன சொன்னார் தெரியுமா? ഭയപ്പെടേണ്ട, பயப்படாதீர்கள், ഇത് ഞാനാകുന്നു. இது நான் தான். ഭയപ്പെടേണ്ട, பயப்படாதீர்கள், ഇത് ഞാനാകുന്നു. இது நான் தான். അഖിലാണ്ടത്തെ ഒരു വാക്കിനാൽ സൃഷ്ടിച്ചവന്റെ വാക്ക് അവരുടെ ജീവിതത്തെ അനുകൂലമായി കടന്നു വന്നപ്പോൾ ഭയം അവരെ വിട്ടുമാറുവാനിടയായി. அகில உலகத்தை ஒரு வார்த்தையினாலே சிருஷ்டித்த அந்த கர்த்தராகிய ஆண்டவர் அவர்களிடத்தில் வந்தபோது பயம் அவர்களை விட்டு மாறி போனது. യേശുവിന്റെ ഒരൊറ്റ വാക്ക് അവരുടെ ജീവിതത്തിലെ ഭയത്തെ എടുത്തു മാറ്റുവാനിടയായി. இயேசுவின் ஒரு வார்த்தை அவருடைய வாழ்க்கையில் உள்ள பயத்தை எடுத்து மாற்றினது. വർഷങ്ങളായി നിന്നെ പിരിമുറുക്കത്തിലേക്ക് ആക്കി തകർന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ യേശുവിന്റെ ഒരൊറ്റ വാക്ക് അതിനെ ശ്വാസിച്ച് പുറത്താക്കുവാനിടയാകും. வருட கணக்காக உன்னை தளர்த்தி போட்டு வைத்திருக்கிற எல்லா விதமான நம்பிக்கை இல்லாத காரியங்களையும் இயேசுவின் ஒரு வார்த்தையினாலே சுகப்படுத்த முடியும். അതാ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാ വേദപുസ്തകത്തിൽ ഇവരാ കുറി ഇരിക്കുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ 1 യോവാൻ 3-ാം അധികാരം 8-ാം വചനത്തിൽ പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ ക്രിയകളെ അഴിപ്പதற்கே മനുഷ്യകുമാരൻ വെളിപ്പെട്ടാർ. ഇന്ന് ഈ നിമിഷം താങ്കളുടെ ജീവിതത്തിൽ സ്വർഗ്ഗം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് இந்த நிமிடமே பரலோகம் உங்களுடைய வாழ்க்கையில் ஒரு அற்புதம் செய்ய போகிறது. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? നാം ഒരുമിച്ച് ജപിപ്പோமா? യേശു താങ്കൾക്കായി അത്ഭുതം ചെയ്യും. യേശു ഉங்களுக்காக ഒരു അത്ഭുതം ചെയ്യും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പ്രതികൂലത്തോടെ ഇരുന്നപ്പോൾ അവരെ വേദനിപ്പിച്ച അതേ പ്രശ്നത്തിന് മേൽക്കൂടെ നടന്ന് വന്ന് ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത യേശു താങ്കൾക്കായി ഇന്ന് അത്ഭുതം ചെയ്യും. சீஷர்களை இவ்வாறாக பிரச்சனைகளிலே போராட்டத்திலே தத்தளித்த போது அந்த பிரச்சனையில் மத்தியிலே நடந்து வந்து அவருடைய வாழ்க்கையிலே அற்புதம் செய்த அதே கர்த்தர் இன்று உங்களுடைய வாழ்க்கையிலும் அற்புதம் செய்ய போகிறார். താങ്കളുടെ പ്രശ്നത്തിന് മേലെ യേശു നടക്കുകയാണ്. உங்களுடைய பிரச்சனையின் மேலே இயேசு கிறிஸ்து நடந்து வருகிறார். பயப்பட வேண்டாம். യേശു കൂടെയുണ്ട്. இயேசு கூட உண்டு. ആമേൻ.